ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം. നാട്ടികയിൽ UDF ഭരണം പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചപ്പള്ളി വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടി. ഉപ്പത്തി സ്വദേശി ഷാജിയെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വടാനപ്പള്ളിയിൽ തെരുവ് നായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വടാനപ്പള്ളി സ്വദേശി അദ്നാനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ തെരുവ് നായ്ക്കൾ വളർത്തുകോഴികളെ കൊന്നു. മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ ഇടബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ. ഏകാദശിക്ക് ദർശന പുണ്യം നേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തിരുവല്ലാമല പുനർജനി നൂഴൽ ഭക്തിസാന്ദ്രം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നാട്ടിക 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി P. വിനു 115 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525, LDF 410, NDA 172 എന്നീ വോട്ടുകൾ നേടി. കഴിഞ്ഞ തവണ LDF 260 വാട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണിത്. 14-അംഗ ഭരണസമിതിയിൽ UDF 6, LDF 5, NDA 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചൊവ്വന്നൂർ പൂച്ചപ്പള്ളി 3-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബി മണ്ടുമ്പാലാണ് 404 വോട്ട് നേടി 25 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. LDF 379, BJP 69 എന്നീ വോട്ടുകൾ നേടി. 1029 വോട്ടർമാരിൽ 852 വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തിയത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോൺ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJPയിലെ ഗീതാറാണി 69 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ പോൾ ചെയ്ത 603 വോട്ടിൽ ഗീതാറാണി 269 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി PU സുരേഷ് കുമാർ 203 വോട്ടും LDF സ്ഥാനാർത്ഥി GS സുരേഷ് 131 വോട്ടും നേടി. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 41-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ പരമേശ്വരൻ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. ശാസ്താംപൂവം ആദിവാസി നഗറിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ആനപ്പാന്തം റോഡിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരമാകെ പരിക്കേറ്റ നിലയിലായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് മീനാക്ഷി. 2 ദിവസം മുൻപാണ് കാണാതായത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിക്കുളങ്ങര പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയെയാണ് ഡിവൈഎസ്പി K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 50ഓളം ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായി റോഡരികിൽ കണ്ട ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൈവശമുണ്ടായിരുന്ന ബാഗുകളിൽ കഞ്ചാവാണെന്ന് കണ്ടെത്തിയത്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ചാലക്കുടിയിലും പരിസരങ്ങളിലും ഏജന്റുമാർക്ക് വിതരണം ചെയ്യുവാനാണ് പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി M. ഉല്ലാസ് കുമാർ, ചാലക്കുടി CI MK സജീവ്, കൊടകര CI PK ദാസ്, സബ് ഇൻസ്പെക്ടർമാരായ N. പ്രദീപൻ, VP അരിസ്റ്റോട്ടിൽ, NS റെജിമോൻ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. അദ്നാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ട്സ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ സൈക്കിളിൽ പോകുന്നതിനിടെ തെരുവുനായ്ക്കൾ ഓടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ തെരുവുനായ്ക്കൾ വളർത്തുകോഴികളെ കൊന്നു. കുമ്പളങ്ങാട് പന്തലങ്ങാട്ട് വിനോദിന്റെ വീട്ടിലായിരുന്നു സംഭവം. വിനോദിന്റെ 30 കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. കുമ്പളങ്ങാട് മേഖലയിൽ നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ ഇടബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ. കനോലിക്കനാലിൽ നിന്ന് ഓരുവെള്ളം കയറി കോൾ മേഖലകളിലെ കൃഷി നശിക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് മുനയത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. നവംബർ അവസാനത്തോടെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഡിസംബർ ആദ്യവാരമുണ്ടായ കനത്ത മഴയിൽ ബണ്ട് തകർന്നിരുന്നു. ബണ്ട് നിർമ്മാണത്തിന് കാലപ്പഴക്കം ചെന്ന മുളകൾ ഉപയോഗിക്കുന്നതായി പ്രദേശവാസികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനിടെയാണ് കനത്ത മഴയെ തുടർന്ന് പുഴയിലുണ്ടായ ഒഴുക്കിൽപ്പെട്ട് നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക ബണ്ട് തകർന്നത്. ബണ്ട് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പുഴയിലുള്ള തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ കരയിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഒരാഴ്ചയോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ പറയുന്നത്. ജനുവരി ആദ്യവാരത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കരാറുകാരൻ അറിയിച്ചു. കാറളം, കാട്ടൂർ, അന്തിക്കാട്, താനിം പഞ്ചായത്തുകളിലെ കൃഷിയും കുടിവെള്ള സ്രോതസ്സുകളും ഓരിവെള്ളം കയറി നശിക്കുന്നത് ഒഴിവാക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന കാട്ടൂർ പഞ്ചായത്തിലെ മുനയത്ത് താൽക്കാലിക ഇടബണ്ട് നിർമ്മിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വിശേഷാൽ കാഴ്ച ശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദവൂട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായാണ് പ്രസാദവൂട്ട് നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം ഉച്ചയ്ക്ക് 2 മണിവരെ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്ര നഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 300ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചത്. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിച്ചത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ഉണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമായി. വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ക്ഷേത്രനട അടയ്ക്കുക. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. വെബ്സൈറ്റിലെ പൂജ പട്ടിക അതേപോലെ നിലനിർത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമയ പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്തുവാനുള്ള ഗുരുവായൂർ ദേവസ്വം തീരുമാനമാണ് കോടതിയിലെത്തിയത്. പൂജ മാറ്റുന്നത് ആചാരത്തിന്റെയും ദൈവഹിതത്തിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബമായ ചേനാസ് ഇല്ലമാണ് ഹർജി നൽകിയത്. അതേസമയം വൻ തിരക്കുണ്ടായിരുന്ന ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജ നടന്നാൽ ഭക്തർക്ക് അസൗകര്യമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൂജ മാറ്റാൻ ഭരണസമിതി തീരുമാനിച്ചതെന്നും പൂജ ആചാരമല്ല വഴിപാടാണെന്നുമാണ് ഭരണസമിതിയുടെ വാദം. ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി വരി നിന്നിരുന്ന 30ഓളം പേർ തളർന്നു വീണു. 13 പേർ ദേവസ്വം ആശുപത്രിയിൽ ചികിത്സ തേടി. 50 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും ചികിത്സ തേടിയത്. ആറ്റിങ്ങൽ സ്വദേശികളായ 10 വയസ്സായ 2 കുട്ടികളും തളർന്നു വീണു. ആക്സിന്റെ 2 ആംബുലൻസുകളിലായാണ് തളർന്നു വീണവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏകാദശിക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് കാരണം 9 മണിക്കൂറോളം വരി നിന്നാണ് പലർക്കും ദർശനം നടത്താനായത്. ക്ഷേത്രത്തിൽ നിന്ന് കൗസ്തുഭം റെസ്റ്റ് ഹൌസ് വഴി ടൗൺ ഹാൾ വരെ ഏകദേശം 1 കിലോമീറ്ററോളം വരി നീണ്ടു.
കണ്ടു. ചുട്ടുപൊള്ളുന്ന വെയിലും ഭക്തരെ വലച്ചു. തിരക്കിനിടയിൽ നിരവധി പേരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. 4 പേർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. തിരുവില്ലാമല പുനർജനി നൂഴൽ ഭക്തിസാന്ദ്രമായി. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ പൂജാരിയും സംഘവും ഗുഹാമുഖത്തെത്തി. പൂജകൾക്ക് ശേഷം നെല്ലിക്ക ഗുഹയിലേക്ക് ഉരുട്ടിയതിനു ശേഷമാണ് നൂഴൽ ആരംഭിച്ചത്. നൂറുകണക്കിന് ഭക്തരാണ് വ്രതം നോറ്റ് പുനർജനി നൂഴാനെത്തിയത്. പുനർജനിയുമായി ബന്ധപ്പെട്ട ഗണപതി തീർത്ഥം, പാപനാശിനി തീർത്ഥം, പാതാള തീർത്ഥം, അമ്പുതീർത്ഥം, കുമ്പുതീർത്ഥം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ഭക്തർ മടങ്ങിയത്. കൊച്ചിൻ ദേവസ്വം വകുപ്പും തിരുവില്ലാമല പഞ്ചായത്തും സേവാഭാരതിയും വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. മാള കൊഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷത്തിന് വൻ തിരക്ക്. ബുധനാഴ്ച രാവിലെ നടന്ന ശിവേലിക്ക് പുതുപ്പള്ളി സാധു തിടമ്പേറ്റി. ഹരിദാസ് കൊടുങ്ങല്ലൂർ നേതൃത്വം നൽകിയ നാഗസ്വരവും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ നയിച്ച പഞ്ചാരിമേളവും ശിവേലിക്കൊപ്പം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നടന്ന ഏകാദശി ഊട്ടിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. വൈകിട്ട് നടന്ന കാഴ്ച ശിവേലിക്ക് പാമ്പാടി രാജൻ തിടമ്പേറ്റി. കുടമാറ്റവും ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമ്പൂർണ്ണമായി തത്സമയം സംപ്രേഷണം ചെയ്യാൻ ടി.സി.ബിയോട് സഹകരിച്ച ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർക്ക് ടി.സി.ബിയുടെ മെമന്റോ കൈമാറി. ടി.സി.ബി ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിൽ നിന്ന് ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC മെമന്റോ ഏറ്റുവാങ്ങി. ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ CL ജോഷി, COA ജില്ലാ കമ്മിറ്റി അംഗം AH ഹാരിസ്, ടി.സി.ബി ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ, ടെക്നിക്കൽ ഹെഡ് PG ലിയോൺസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ അൽ നൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ അഴിമുഖത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ മുനക്കക്കടവ് സ്വദേശികളായ 8 മത്സ്യത്തൊഴിലാളികളെയാണ് കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു, ഷിനിൽകുമാർ, പ്രശാന്ത് കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ്, വിപിൻ, ബോട്ട് സ്ട്രാങ്ക് റഷീദ്, എഞ്ചിൻ ഡ്രൈവർ ഹുസൈൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുമൂലം കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുകയാണെന്നും ഫിഷറീസ് വകുപ്പ് അധികൃതർ പറഞ്ഞു. ഈ ആഴ്ചയിൽ 2ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ. വടക്കാഞ്ചേരി തെക്കുംകര കുത്തുപ്പാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശി തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത്. 2024 ഏപ്രിൽ 24-ാം തീയതിയാണ് പോളണ്ടിൽ മികച്ച ശമ്പളമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കെന്ന് പറഞ്ഞ് ഏജന്റ് ഇവരെ കൊണ്ടുപോയത്. എന്നാൽ ഇവരെത്തിപ്പെട്ടത് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലാണ്. അപകടകരമായ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരെ യുദ്ധമുഖത്ത് എത്തിച്ചതായി ബന്ധുക്കൾ പറയുന്നു. ആദ്യമൊക്കെ ഇവർ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലെന്ന് അവസാനം വിളിച്ചപ്പോൾ ഇരുവരും അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആവശ്യപ്പെട്ടു. പാവറട്ടിയിൽ ബാർബർ ഷോപ്പിൽ മോഷണം. കുണ്ടൂക്കടവ് അൽഷാഫി കോംപ്ലക്സ് ബിൽഡിംഗിലുള്ള ഗ്ലാമർ സലൂൺ ബാർബർ ഷോപ്പിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. റൂമിന്റെ ഉള്ളിലെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച നിലയിലാണ്. ഷോപ്പിനുള്ളിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന രക്തക്കറ കണ്ടെത്തി. ഫിംഗർ പ്രിന്റ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ
വിരലാടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാവറട്ടി SI OV വിനോദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. CCTV പരിശോധനയിൽ മുഖംമൂടി ധരിച്ച ഒരാൾ സൈക്കിളിൽ വരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. എടവിലങ്ങ് പഞ്ചായത്തിൽ അങ്കണവാടി ജീവനക്കാരുടെ നിയമനത്തിൽ സ്വജനപക്ഷപാതപരമെന്ന് ആരോപണം. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. ICDS-ന് കീഴിലുള്ള അങ്കണവാടി ടീച്ചർ ഹെൽപ്പർ തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ അർഹരായ ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞ് LDF ഭരണസമിതിക്ക് താൽപര്യമുള്ളവരെ മാത്രം നിയമിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. UDF നിയോജകമണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ചു. EK സോമൻ, EM ജോസഫ് ദേവസി, മേരി ജോളി, CA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയന്റെ മറ്റഴിമതികൾ വരും. മോഹൻ ഭാഗത്ത് എന്ന് പറയുന്ന RSS ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇത് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. നമുക്കറിയാം ഈ പഞ്ചായത്ത് നേരത്തെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടിനാവശ്യമായ 12 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങൾ വഴിപാടായി ലഭിച്ചു. കുടിവെള്ളം നൽകുവാനുള്ള 7000 സ്റ്റീൽ ഗ്ലാസുകൾ, 300 ജാറുകൾ, 300 ബേസിനുകൾ, കുട്ടകങ്ങൾ, സ്പൂണുകൾ, പായസം നൽകാവുന്ന ചെറിയ സ്റ്റീൽ ഗ്ലാസുകൾ എന്നിവയാണ് വഴിപാടായി ലഭിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പാത്രങ്ങൾ ഏറ്റുവാങ്ങി. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, KS മായാദേവി, മാനേജർ VC സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സിംഗപ്പൂരിലെ വ്യവസായി രാജേഷ് M ഉണ്ണി 10 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളും പ്രകാശൻ പൊള്ളാച്ചി, പ്രദീപ് ചെന്നൈ, ശാന്തി ശങ്കർ ഷുർണൂർ എന്നിവർ 2 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളുമാണ് വഴിപാടായി സമർപ്പിച്ചത്. അരിമ്പൂർ അഗ്രോ ബസാറിന് സമീപം റെഡിമിക്സ് ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു. അപകടത്തിൽപ്പെട്ട കാർ റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി സിൻഡപ്പനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഡ്രൈവറെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉരകത്ത് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചുകയറി. ശ്രീവിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചുകയറിയത്. ഹോട്ടലിലുണ്ടായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മാള മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ചു. ആദ്യം രോഗം ബാധിച്ച 5 പേർക്ക് ഭേദമായെങ്കിലും ഇപ്പോൾ 2 വിദ്യാർത്ഥികൾ കൂടി മുണ്ടിനീര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ രോഗം വ്യാപിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗം പരത്തുന്നത് വൈറസുകളാണ്. എന്നാൽ രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് സർക്കാർ ആശുപത്രികളിൽ വർഷങ്ങളായി ലഭ്യമല്ല. പ്രതിരോധ കുത്തിവയ്പ്പിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. രോഗം ബാധിച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണെന്നും വായുവിലൂടെ പകരുന്ന മുണ്ടിനീര് ബാധിച്ചവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാർ കത്തിവീശിയതായി പരാതി. അകമല ക്ഷേത്രത്തിന്റെ മുന്നിൽ യാത്രക്കാരുമായി വന്ന ബസ് നിർത്തുകയും ബസ്സിൽ നിന്നിറങ്ങിയ ജീവനക്കാർ ക്ഷേത്രം ജീവനക്കാരെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ബസ്സിന് പിന്നാലെ കാറിലെത്തിയ സംഘത്തിലെ ഒരാൾ ക്ഷേത്രം ജീവനക്കാർക്ക് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ക്ഷേത്ര മാനേജർ സുദേവ് പറഞ്ഞു. ബസ് ജീവനക്കാർക്കെതിരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുമെന്നും ജീവനക്കാർ അറിയിച്ചു. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ ഭീതി വിതച്ച് മുതലകളും ചീങ്കണ്ണികളും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുതലകളും ചീങ്കണ്ണികളും പെരുകുന്നത്. കയങ്ങളും ആഴമേറിയ പാറയിടുക്കുകളും കേന്ദ്രീകരിച്ചാണ് ചീങ്കണ്ണികളുടെയും മുതലകളുടെയും വാസം. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൊഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കാണുന്നു. മുതലകളും സ്ഥിരമാണ്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം പുഴയോടനുബന്ധിച്ചുള്ള തോട്ടിൽ നിരവധി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. പ്രളയത്തിനു ശേഷമാണ് ചീങ്കണ്ണികളും മുതലകളും പുഴയിൽ പെരുകിയതെന്ന് നാട്ടുകാർ പറയുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവ സ്ഥിരവാസക്കാരുമാണ്. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറ ഇവയുടെ പൊറുതിക്ക് അനുകൂല ഘടകമായി പറയുന്നു. ചതുപ്പൻ മുതലകളെന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതൽ അതിരപ്പള്ളി മേഖലയിൽ കാണുന്നത്. സാധാരണ പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിലേൽക്കാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും ചെയ്യുന്നുണ്ട്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ വന്ന് മുട്ടയിടുകയാണ്. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണിയുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും
പുഴയിൽ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്നാണ് വനപാലകരുടെ നിർദ്ദേശം. TCV ചാലക്കുടി. മൈസൂരിൽ വാഹനാപകടത്തിൽ തിരുവത്ര താണി സ്വദേശിയായ MBBS വിദ്യാർത്ഥി മരിച്ചു. തിരുവത്ര ഏർച്ചംവീട്ടിൽ പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള അബിൻ യൂസഫാണ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഫർഹാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ മൈസൂർ നെഞ്ചങ്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൈസൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ 1ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. കൈപ്പൊങ്കലം കാക്കാതിരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. കാക്കാതിരുത്തി LBS കോളനിക്ക് സമീപത്ത് താമസിക്കുന്ന രായമരക്കാർ വീട്ടിൽ സിദ്ദിഖ്, ഭാര്യ ഷെരീഫ, മതിലകത്ത് വീട്ടിൽ അൻസാർ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിലാണ് ഭീമൻ കടന്നൽ കൂടുള്ളത്. പരുന്തുവന്ന് കൂടുകളക്കിയതിനെ തുടർന്ന് കടന്നൽക്കൂട്ടം പരിസരവാസിയായ സിദ്ദിഖിനെയും ഷെരീഫയെയും ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനെത്തിയ അൻസാറിനും കുത്തേൽക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. പുതുക്കാട് ബാറിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സോഡാകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലൂർ വെണ്ടൂർ സ്വദേശി കിളവൻ പറമ്പിൽ ദിനേശാണ് അറസ്റ്റിലായത്. ചുങ്കം കനാൽ പരിസരത്ത് താമസിക്കുന്ന കാളൻ വീട്ടിൽ ജിയോയെയാണ് ഞായറാഴ്ച രാത്രി പ്രതി ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിയോ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഞെരുക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ചൂട്ടേർ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുക. നൂറുകണക്കിന് ഭക്തർ സാക്ഷിയായി ആലിന് സമീപം ഒരുക്കിവച്ചിരിക്കുന്ന ചൂട്ടുകളിലേക്ക് ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപം പകരും. ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞ ഉണ്ണികളാണ് 2 കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ച് ഞെരൂരപ്പന് ഹരിയോം ഹരി എന്ന് ഉച്ചരിച്ചുകൊണ്ട് 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശത്തെ ആലിലേക്ക് കത്തിച്ച ചൂട്ടുകൾ ആദ്യം കൂട്ടമായി എറിയും. തന്ത്രിമാരായ വടക്കേടത്ത് ഹരിനമ്പൂതിരി, തെക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകും. വളർത്തുനായയുടെ നഖം കൊണ്ട് കുട്ടിക്ക് മുറിവേറ്റുവെന്ന പരാതിയിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു. ഉല്ലൂർ സ്വദേശി ഷാബു സൈമന്റെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കളത്തോടിലെ ഹോട്ടലിലേക്ക് കുടുംബമായി ഭക്ഷണം കഴിക്കാൻ വന്നതായിരുന്നു ഷാബു സൈമണും കുടുംബവും. ഹോട്ടലിന്റെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്നതിനിടെ കെന്നൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഡോഗ് ഷോയിൽ നായകളെ പങ്കെടുപ്പിക്കുന്നതിനായി തൃശൂരിലേക്ക് പോവുകയായിരുന്ന സംഘം ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയും കാർ നിർത്തി ഡോർ തുറന്ന സമയം കാറിലുണ്ടായിരുന്ന വളർത്തുനായകൾ ഷാബു സൈമണും കുടുംബവും നിന്നിരുന്നിടത്തേക്ക് പാഞ്ഞെടുക്കുകയും മകന്റെ കാലിലും കൈയിലും നായയുടെ നഖം കൊണ്ട് മുറിവ് പറ്റിയതുമായാണ് പരാതി. സംഭവത്തിൽ വളർത്തുനായയുടെ ഉടമ കോയമ്പത്തൂർ സ്വദേശി രമേശിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. തന്നെ മർദ്ദിച്ചുവെന്ന രമേശിന്റെ പരാതിയിൽ ഷാബുവിനെതിരെയും പോലീസ് കേസെടുത്തു. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ സംരംഭകർക്കായി ഗുരുവായൂരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ടൂറിസം തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ് ഉദ്ഘാടനം ചെയ്തു. ഹാറ്റ്സ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശാരിക V നായർ ക്ലാസ് എടുത്തു. ഹാറ്റ്സ് ഡയറക്ടർ MP ശിവദത്തൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ ദേവിക ദിലീപ്, വിനായകൻ, അയ്യൻ കുന്നേൽ, PD ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ായിരിക്കാം എന്നെ പോലെ ചോറിനാതെ വന്നതല്ലോ, ചോറിനിട്ടല്ലേ വന്നത്. അന്തരിച്ച പത്മഭൂഷൺ ഫാദർ ഗബ്രിയേലിന്റെ 110ാം പിറന്നാളിനോടനുബന്ധിച്ച് അമല മെഡിക്കൽ കോളേജിൽ ശിഷ്യസംഗമം സംഘടിപ്പിച്ചു. മുൻ എയർ ഇന്ത്യ ചെയർമാൻ തുളസീദാസ് ശിഷ്യസംഗമം ഉദ്ഘാടനം ചെയ്തു. അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, മുൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമൽ എന്നിവർ സംസാരിച്ചു. എ ഗബ്രിയേൽ ടച്ച് എന്ന സോവനീറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു.
ആം ആദ്മി പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധം. ബസ് സ്റ്റാൻഡിൽ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചായിരുന്നു പ്രതിഷേധം. ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് സെബി ജോണി അധ്യക്ഷത വഹിച്ചു. വിൻസെന്റ് കണ്ടംകുളത്തി, ജിമ്മി ജോൺ, PM നൂറുദ്ദീൻ, ഇക്ബാൽ കേച്ചിരി തുടങ്ങിയവർ സംസാരിച്ചു. കാണാൻ ചെല്ലണമെങ്കിൽ ഒരു 30 അടി അകലത്തിൽ നിൽക്കണം. പണ്ട് അടിയാളന്മാർ അങ്ങനെയായിരുന്നു. മേൽജാതിക്കാരുടെ അടുത്തേക്ക് തൊട്ടുകൂടാ തീണ്ടിക്കൂടെ കുറെ അകലെ നിൽക്കണം. ഇന്ന് അതിലും വലിയ അവസ്ഥയിലല്ലേ മന്ത്രി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AT അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി SM അൽതാഫ് തങ്ങൾ, ഷെറഫുദ്ദീൻ മാട്ടുമൽ, VK ഫഖറുദ്ദീൻ, മുഹ്സിൻ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കുക? എണ്ണിയാലൊടുങ്ങാത്ത നേതൃനിര ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് നമ്മുടെ ഞെക്കിക്കൊല്ലുന്നു, മറുഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഞെക്കിക്കൊല്ലുന്നു. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ജാഥ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. 12, 13, 14 തീയതികളിലാണ് വടക്കാഞ്ചേരിയിൽ ഏരിയ സമ്മേളനം നടക്കുക. 14-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. സഖാവ് S. ബസ്നുലാലാണ്. ആ സഖാവിനെ ലോക കമ്മിറ്റി അംഗങ്ങൾ, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങൾ എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ KS ശങ്കരന്റെ വീട്ടിൽ നിന്നും സഖാവ് AS കൂടി CPMന്റെ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം CPM ചാവക്കാട് ഏരിയ സമ്മേളനം 12, 13, 14 തീയതികളിൽ അണ്ടത്തോട് നടക്കും. സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാക രക്തസാക്ഷി KP വത്സലൻ കോട്ടപ്പുറത്ത് ബലികുടീരത്തിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെയും അത്ലറ്റുകളുടെയും അകമ്പടിയോടെ കൊണ്ടുപോയി പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. ജാഥ ക്യാപ്റ്റൻ AH അക്ബർ, വൈസ് ക്യാപ്റ്റൻ TV സുരേന്ദ്രൻ, ജാഥ മാനേജർ KH സലാം, NK അക്ബർ MLA, CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TT ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആരോഗ്യക്ഷേമ സമിതി നൽകുന്ന ഉപകരണങ്ങളുടെ കൈമാറ്റം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. കമ്പ്യൂട്ടർ, പ്രിന്റർ, സൗണ്ട് സിസ്റ്റം, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവയാണ് കൈമാറിയത്. ആരോഗ്യക്ഷേമ സമിതി ചെയർമാൻ സൈമൺ നെല്ലിശ്ശേരി, കൺവീനർ TK രാമകൃഷ്ണൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ബ്ലോക്ക് മെമ്പർ ലതാ മോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ KK ഹരിദാസ് ബാബു, പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7295 രൂപ, പവന് 58,360 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3257 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF മുൻതൂക്കം. നാട്ടികയിൽ UDF ഭരണം പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂരിൽ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പൂപ്പത്തി സ്വദേശി ഷാജിയെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വാടാനപ്പള്ളിയിൽ തെരുവ് നായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി സ്വദേശി അദ്നാനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ തെരുവ് നായ്ക്കൾ വളർത്തുകോഴികളെ കൊന്നു. മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ ഇടബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ.
ഏകാദശിക്ക് ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000-ങ്ങൾ. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തിരുവില്ലാമല പുനർജനി നൂറാൽ ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.